ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കണവ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് കണവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതൊന്ന് ഡ്രൈ ആകുമ്പോൾ അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുക, കാരണം കൊച്ചുള്ളിയാണ് ടേസ്റ്റ്. സവാള ഒരുപാട് ചേർക്കുകയാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സോ കൊച്ചുള്ളി അധികം ചേർക്കാം. എന്നിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു സ്പൂൺ മുളക് പൊടി, അതേപോലെ ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ അതിന്റെ പച്ച ചൊവയൊക്കെ മാറി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഈ കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലെടുക്കുക, പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 വിസിലെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.